നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം. ഭാരതീയ വിശ്വാസമനുസരിച്ച് ആകെയുള്ള 2 ഇതിഹാസങ്ങളിൽ ഒന്നാണിത്. മറ്റൊന്ന് രാമായണമാണ്. വേദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന ശങ്കരാചാര്യരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മഹാഭാരതത്തെ പഞ്ചമവേദം എന്നും വിളിക്കുന്നു. വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത്. മഹത്തും ഭാരവത്തും ആയതുകൊണ്ടാണ് മഹാഭാരതം എന്ന നാമം ലഭിച്ചത്. ഭരതവംശത്തിൽ പിറന്നവരെ കുറിച്ചുള്ള ഗ്രന്ഥമായതിനാൽ ഭാരതം എന്നും മഹത്തായ ഭാരതഗ്രന്ഥം മഹാഭാരതം എന്നും ആയെന്നാണ് പറയുന്നത്. ഭരതന്മാരുടെ ജീവിത കഥയാണിതെന്ന് ഭാരതത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നു. മഹത്തായ ഭാരതയുദ്ധത്തെക്കുറിച്ചുള്ള കൃതിയാകാം മഹാഭാരതം. പുരാണേതിഹാസങ്ങളിലെ വിലപ്പെട്ട സമ്പത്തായ ഈ ഗ്രന്ഥത്തിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിശിഷ്ടോപദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിനെ 5ാം വേദമായി കരുതുന്നതിന് കാരണവും അതാകാം. 18 പർവ്വങ്ങളായാണ് മഹാഭാരതം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രാസ്ഥാനികപർവം, സ്വർഗാരോഹണപർവം എന്നിവയാണവ. ഹരിവംശം എന്ന ഖിലപർവം കൂടി ചേർത്താൽ 1,00,000 ശ്ലോകം എന്ന കണക്ക് തികയുകയും ചെയ്യും. ഓരോ പർവത്തിനും ഉപവിഭാഗങ്ങളുണ്ട്. അവയ്ക്കും പർവം എന്നു തന്നെയാണ് പറയുന്നത്. ഉപപർവത്തെ വീണ്ടും അധ്യായം ആയി തിരിച്ചിരിക്കുന്നു. 18 പർവങ്ങളിലും കൂടിയുള്ള ശ്ലോകസംഖ്യ കണക്കിലെടുത്താൽ ഏകദേശം 1,00,000 വരുന്നതാണ്. അതിൽ തന്നെ ഹരിവംശത്തിന് 16,374 പദവാക്യങ്ങളുടെ എണ്ണം. അതുകൊണ്ടു തന്നെയാണ് മഹാഭാരതം ഹിമാലയത്തോടും സമുദ്രത്തോടും ഉപമിക്കപ്പെടുന്നത്. മഹാഭാരത കഥയുടെ നട്ടെല്ല് കൗരവ പാണ്ഡവ വൈരമാണ്. അതുകൊണ്ടു തന്നെ കഥ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും ജനനത്തിൽ തുടങ്ങുന്നു. ഭീമൻ ദുര്യോധനനെ വധിക്കുന്നിടത്താണ് പ്രധാന കഥയുടെ അവസാനം. പ്രധാന കഥ ഒരു നൂറ്റാണ്ടിനെ ഉൾക്കൊള്ളുന്നു. മുഴുവൻ കഥയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് നൂറ്റാണ്ടുകളുടെ കഥയാകും. കൗരവ പാണ്ഡവരുടെ പ്രാപിതാമഹനായ വ്യാസൻ രചയിതാവും സ്വയം ഒരു കഥാപാത്രവുമാണ്. മഹാഭാരതത്തിൻ്റെ രചനയാണ് വ്യാസമഹർഷിയുടെ മഹത്തരമായതും ശ്രേഷ്ഠമായതുമായ സംഭാവന. മഹാഭാരതത്തിൽ പരാമർശിക്കാത്ത ഒരു കാര്യവും ഇതേവരെയും സംഭവിച്ചിട്ടില്ല എന്നും സംഭവിച്ചതായ എല്ലാം മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെട്ടുള്ളതുമാണെന്ന സങ്കല്പം മഹാഭാരതത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഈ വസ്തുതയ്ക്ക് നിദാനം മാനവ ജീവിതത്തെക്കുറിച്ച് ഗ്രന്ഥകാരനു അഗാധമായ ജ്ഞാനമുണ്ട് എന്നതുതന്നെ. ഭാരത സാമ്രാജ്യത്തിൽ സംഭവിച്ച എല്ലാ കഥകളും ഹൃദിസ്ഥമായിരുന്ന വ്യാസൻ അവയെ കാവ്യരൂപത്തിൽ പകർത്താൻ ആഗ്രഹിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഗണപതി നിയോഗിതനായി. എഴുത്താണി നിർത്താനിട വരാതെ നിർഗളമായി കാവ്യം ചൊല്ലിക്കൊടുക്കാമെങ്കിൽ മാത്രം താൻ എഴുത്തുകാരനായിരിക്കാമെന്നും അനർഗളമായി ചൊല്ലുന്ന നേരം അർത്ഥം ധരിക്കാതെ എഴുതരുതെന്നുമുള്ള വ്യവസ്ഥകളുമായി മഹാഭാരതം രചന തുടങ്ങി. ഏകദേശം 2.5 വർഷം കൊണ്ട് കാവ്യരചന പൂർത്തിയാക്കി. ഇത്രയും ബൃഹത്തായ ഈ മഹാഭാരതത്തെ സാധാരണക്കാർക്ക് വായിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ ഏകശ്ലോകി മഹാഭാരതം 4 വരികളോടുകൂടിയത് നിത്യവും ചൊല്ലുന്നതുവഴി മഹാഭാരതം മുഴുവൻ വായിച്ച ഫലമാണ് ഉള്ളത്. ഏകശ്ലോകി മഹാഭാരതം. ആദൗ പാണ്ഡവധാർത്തരാഷ്ട്രജനനം ലാക്ഷാഗൃഹേ ദാഹനം ദ്യുതേ ശ്രീഹരണം വനേ വിഗമനം മത്സ്യാലയേ വാസിതം ലീലാഗോഗ്രഹണം രണേ വിതരണേ സന്ധിക്രിയാഭാഷണം
ഭീഷ്മദ്രോണസൂയോധനാദി മരണഞ്ജയ് തന്മഹാഭാരതം. ആദൗ പാണ്ഡവധാർത്തരാഷ്ട്രജനനം ലാക്ഷാഗൃഹേ ദാഹനം ദ്യുതേ ശ്രീഹരണം വനേ വിഗമനം മത്സ്യാലയേ വാസിതം. ലീലാഗോഗ്രഹണം രണേഭിതരണേ സന്ധിക്രിയാഭാഷണം ഭീഷ്മദ്രോണസൂയോധനാദി മരണഞ്ജയ് തന്മഹാഭാരതം. ആദ്യത്തെ വംശചരിത്രവും കുടുംബകഥയും ആത്മകഥയും ഇതത്രേ. ഒരേ സമയം ഇത് കാവ്യവും ഇതിഹാസവും നാടോടിക്കഥയും വംശപുരാണവും വേദവും എല്ലാമെല്ലാമാണ്. ധർമ്മശാസ്ത്രവും മോക്ഷശാസ്ത്രവും സ്മൃതിയും അതിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണത്രേ വ്യാസൻ തന്നെ മഹാഭാരതത്തിലില്ലാത്തത് ഒന്നിലും ഇല്ല, മഹാഭാരതം അല്ലാത്തതും ഒന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നന്ദി.